കണ്ടോൺമെന്റ് വൈദ്യുതി ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് മാർച്ചും ധർണയും നടത്തി. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെയായിരുന്നു മാർച്ച്. DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. AR ക്യാമ്പിന് മുന്നിൽ നിന്നാണ് കോൺഗ്രസിന്റെ മാർച്ച് ആരംഭിച്ചത്. കണ്ടോൺമെന്റ് ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് തുടർന്ന് നടന്ന ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട്ടിലെ കുറുവാ സംഘത്തെ പോലെ കേരളത്തിലെ ജനങ്ങളെ കൊള്ള ചെയ്യുന്ന സംഘമായി പിണറായി വിജയന്റെ ഭരണം മാറിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നാളെ വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ജനങ്ങളുടെ മേൽ ഭാരം അടിച്ചേൽപ്പിക്കുന്ന സമീപനമാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചത്. ഏതെങ്കിലും ഒരു മേഖലയിൽ 10 പൈസയുടെ ഇളവ് നൽകുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. എല്ലാ മേഖലയിലും വർധനവാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് സഹിക്കാൻ പറ്റാത്ത നിലയിൽ വീട്ടമ്മമാരാണ് അതിന്റെ ദുരിതം അനുഭവിക്കുന്നത്. ഒരാഴ്ച മുമ്പ് പച്ചക്കറി വാങ്ങിച്ചാൽ 400 രൂപ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ 450 കൊടുക്കും. ഓരോ സാധനത്തിന്റെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുന്നു. വെള്ളക്കരം വർദ്ധിപ്പിച്ചു. ഇലക്ട്രിസിറ്റി ചാർജ് എത്രയോ തവണകൾ വർദ്ധിപ്പിക്കുക. ട്രാൻസ്പോർട്ട് ചാർജ് വർദ്ധിപ്പിച്ചു. വടക്കേവിള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് പാലത്തറ അധ്യക്ഷനായിരുന്നു. DCC ഭാരവാഹികളായ അൻസാർ അസീസ്, S. ശ്രീകുമാർ, MM സഞ്ജീവ് കുമാർ, G. ജയപ്രകാശ്, കോൺഗ്രസ് നേതാക്കളായ മണികണ്ഠൻ, കൃഷ്ണകുമാർ, അസിമുദ്ദീൻ, ഗോപാലകൃഷ്ണൻ, ശുഭദേവൻ, PV അശോകുമാർ, ലൈലാകുമാരി, മുണ്ടക്കൽ സന്തോഷ്, രാജേന്ദ്രൻ പിള്ള, വടക്കേവിള ശശി, ശശിധരൻ പിള്ള, ജലജ, കുമാരി രാജേന്ദ്രൻ, രാഗിണി, ബിനോയ് ഷാനൂർ, സുനിത സുനിൽ, സലാഹുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.